നമ്മുടെ വേപ്പില പൊട്ടിക്കാം. വേപ്പില ഒരു തണ്ട് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ തന്നെ ഇഞ്ചിയുണ്ട്, ഇഞ്ചിയും പൊട്ടിച്ചെടുക്കാം. നമുക്കപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച വേപ്പിലയും മുളക് വീട്ടിലില്ല കേട്ടോ, പക്ഷെ ഇതാ ഇവിടെ ഉണ്ട് മുളക്. അതിലിപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പച്ചമുളക്, ഇഞ്ചി നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണ്, സവോള എല്ലാം കൂടി ഇട്ട് മിക്സാക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇടാം, സവോള ഇടാം, ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം, പച്ചമുളകെല്ലാം ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വേപ്പിലയും കൂടി ഇടാം. പിന്നെന്താ, ഉപ്പിടണം, ഉപ്പ് ആവശ്യത്തിന് ഇടാം, മുളക് പൊടി ആവശ്യത്തിനിടാം, കുറച്ചിട്ടാൽ മതി. ഇതിൽ പച്ചമുളക് അധികം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലോണം നമുക്ക് തിരുമ്പി എടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ വന്നിട്ട് മേലെ ഇനി എന്നിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്ത് കുഴച്ച് മാവ് ഉണ്ടാക്കാം. മാവ് എടുക്കാം. അരിച്ച് വെച്ച മൈദയാണ്, ഞാനത് കവറിനകത്തേക്ക് എടുത്ത് വെച്ചിരുന്നുള്ളൂ. അപ്പോൾ അതാ നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം തിരുമ്പി ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഞാനത് കുഴക്കട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിതാ മാവ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം.